മലമുകളിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ തേടിയുള്ള യാത്രയാണിത്. കൊല്ലം ജില്ലയിലെ ആയൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചെറിയ വെളിനല്ലൂർ പ്രകൃതിരമണീയമായ സൗഭാഗ്യഭൂമികളിലൊന്നാണ്. ആയിരവില്ലിപ്പാറയിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാൻ പ്രപഞ്ചനാഥനായ ശിവൻ തന്നെയാണ്. തലമുറ തലമുറകളായി ഈ പ്രദേശക്കാരുടെ ഗ്രാമദൈവവും രക്ഷകനുമൊക്കെ ആയിരവില്ലി ഭഗവാൻ തന്നെയാണ്. മലമുകളിലെ ആയിരവില്ലി ഭഗവാന്റെ ചൈതന്യത്തോടൊപ്പം തന്നെ വനദുർഗാദേവി സാന്നിധ്യമുള്ളതിനാൽ മലമുകളിലെ ദൈവത്തറയിൽ ഒരു വനദുർഗാദേവി ക്ഷേത്രവുമുണ്ട്. മലമുകളിൽ നിൽക്കുമ്പോൾ താഴെ പച്ച വിരിച്ച ചെറിയ വെളിനല്ലൂരിൻ്റെ ഗ്രാമക്കാഴ്ചകൾ ചന്തമുള്ളതാകുന്നു. നിത്യമായ ഗ്രാമചൈതന്യങ്ങളുടെ കേദാരഭൂമി കൂടിയായ ചെറിയ വെളിനല്ലൂർ മൃദുലവും സൗമ്യവുമായി ഓരോ തീർത്ഥാടകനെയും അടരുവാൻ വയ്യാത്ത വിധം ഒരാത്മീയ സ്നേഹത്തിൻ്റെ തടവിലാക്കുന്നു എന്നതാണ് സത്യം. കാരണം അത്രയ്ക്കും ആശ്വാസകരമായ ഒരു സ്വാസ്ഥ്യപ്രപഞ്ചമാണ് ആയിരവില്ലി പാറകളുടെ മുകളിലെ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത്. ഇവിടെ മനുഷ്യൻ അധിവസിച്ച കാലം മുതൽക്കേ തന്നെ ആയിരവില്ലി ഭഗവാനെ മലദൈവമായി ആരാധിച്ചു വരുന്നു എന്നാണ് സങ്കല്പം. പ്രപഞ്ചത്തിലെ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാറ്റായും മഞ്ഞായും മഴയായുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ഈശ്വര സങ്കല്പങ്ങളുടെ ആനന്ദധാരയിൽ കൂടി കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് തന്നെ മലമുകളിലെ ദൈവത്തറയിൽ വിളക്കുകൊളുത്തി പൂജിച്ചിരുന്നുവെന്നുള്ള വിശ്വാസങ്ങളുടെ കെടാത്ത തിരുനാളം തന്നെയാണ് കാലാന്തരത്തിൽ ചെറിയ വെളിനല്ലൂരിന് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ ഗ്രാമവാസികൾ ദേശത്ത് ഒരു ക്ഷേത്രം പണിതതും. ഏകദേശം 500 വർഷങ്ങൾക്കു മുമ്പാണ് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ ഗ്രാമത്തിൽ ആൽത്തറയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. ക്ഷേത്രചരിത്രം തുടങ്ങുന്നത് അർക്കന്നൂർ മഠത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്നാണ്. അന്ന് അർക്കന്നൂർ മഠത്തിലെ തിരുമേനിമാർക്ക് ഈ പ്രദേശത്ത് 1001 പറ നിലമുണ്ടായിരുന്നുവെന്നും നീണ്ട വിശാലമായ പാടങ്ങൾ കൊയ്ത നെല്ല് കൂട്ടിവയ്ക്കാനായി ഇവിടെ ഒരു കളപ്പുരയും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും നെല്ല് വിളയുമ്പോഴുമൊക്കെ കളപ്പുരയ്ക്ക് മുന്നിലുള്ള ആൽത്തറയ്ക്ക് മുന്നിൽ ആയിരവില്ലി ഭഗവാനെ സങ്കൽപ്പിച്ച് വിളക്കുകൊളുത്തി നമ്പൂതിരിമാർ പൂജ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആൽത്തറയിൽ കൊളുത്തപ്പെടുന്ന ഓരോ ദീപങ്ങളും ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയുമായി മാറുന്നത് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികളും തങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ കളപ്പുരയ്ക്ക് മുന്നിലുള്ള ആൽത്തറയിൽ
സമർപ്പിക്കാൻ ആരംഭിച്ചു. നിത്യപൂജകളില്ലാതെ വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം പൂജ നടത്തുന്ന ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ആയിരവില്ലി മഹാദേവ ക്ഷേത്രം. അക്കാലത്ത് ഇവിടം മിക്കപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുമായിരുന്നു. അന്നും വഴിപോക്കർ അടഞ്ഞുകിടന്ന ഈ ക്ഷേത്രത്തെ നോക്കി പ്രാർത്ഥിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തെ തുറക്കാത്ത് ക്ഷേത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നു. ഒരിക്കൽ ഈ പ്രദേശത്തെ ഹൈന്ദവരെല്ലാം ചേർന്ന് ഒരു സമാജം രൂപീകരിക്കുകയും ആയിരവില്ലി ഭഗവാനെ ഈ ദേശക്കാരുടെ ആരാധനാമൂർത്തിയാക്കുവാനും നിത്യപൂജകൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനും ഒരു ക്ഷേത്രം അനിവാര്യമാണെന്ന കാര്യം നമ്പൂതിരിമാരെ അറിയിക്കുകയും അർക്കന്നൂർ തിരുമേനിമാർ നാട്ടുകാരുടെ ആവശ്യം സന്തോഷത്തോടെ സ്വീകരിക്കുകയും നാട്ടുകാർക്കായി ക്ഷേത്രം വിട്ടുകൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ മലമുകളിലെ ദൈവത്തറയിൽ വിളക്കു കൊളുത്തുന്നതോടൊപ്പം തന്നെ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലും ഭഗവാനെ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ചെറിയ വെളിനല്ലൂരിൻ്റെ ആകാശങ്ങളിൽ ഉത്സവങ്ങളുടെ നിറങ്ങളും വാദ്യഘോഷങ്ങളുടെ താളവുമുണ്ടായി. ഗ്രാമവാസികളുടെ ഓർമ്മകളിലൂടെ ഭഗവാന്റെ തിരുവുത്സവങ്ങളുടെ ദീപപ്രഭകളും തീവട്ടി പ്രകാശത്തിൽ മലമുകളിലെ ദൈവത്തറകളിൽ സമർപ്പിക്കുന്ന പൂജകളുടെയുമൊക്കെ ആനന്ദ നിമിഷങ്ങൾ നിത്യചൈതന്യങ്ങളാകുന്നു. ഇനി വരാൻ പോകുന്ന ഉത്സവ നാളുകളെക്കുറിച്ചുള്ള അനുദിന ചിന്തകളിലുമാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും സദാ നേരവും. കാരണം ഇവരുടെ സ്വപ്നവും പ്രതീക്ഷയും ജീവിതവും സമർപ്പണവുമെല്ലാം ആയിരവല്ലി ഭഗവാനിലുള്ളത് തന്നെയാണ്. ഗ്രാമക്കാഴ്ചകൾ പോലെ തന്നെ ചെറുതും സൗമ്യവുമായതാണ് ക്ഷേത്രക്കാഴ്ചകളും. ക്ഷേത്രത്തിനു മുന്നിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള ആൽത്തറ കാണാം. ആൽമരത്തിൻ്റെ ഓരോ അംശങ്ങളിലും കാലാന്തരങ്ങളുടെ മുദ്രകളും കാണാം. ഇവിടെയാണ് ആദ്യമായി വിളക്ക് വെച്ച് ആരാധിച്ചതും ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ പൂജകൾ സമർപ്പിച്ചതുമൊക്കെ. പ്രധാന ശ്രീകോവിലിന് മുന്നിൽ ചെറിയ നമസ്കാര മണ്ഡപത്തിന് മുന്നിൽ ഭഗവാനെ നോക്കി നന്ദീദേവനുണ്ട്. ശ്രീകോവിലിന് മുകളിലായി ഒരു പദ്മം വിടർന്നു നിൽക്കുന്നു. ഗണപതി, അയ്യപ്പൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ, മറുത, മാടൻ എന്നീ ഉപദൈവങ്ങളെയും ആയിരവില്ലി ഭഗവാനോടൊപ്പം ഭക്തജനങ്ങൾ ആരാധിച്ചു പോരുന്നു. അപാരമായ ശക്തിവിശേഷമുള്ള ആയിരവില്ലി ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ഫലവത്താകുമെന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം. അതുകൊണ്ട് തന്നെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഭഗവാന് മുന്നിൽ പൂജകൾ അർപ്പിക്കുവാനും പ്രാർത്ഥനകൾ സമർപ്പിക്കാനുമൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് ആയിരവില്ലി ഭഗവാന് മുന്നിലെത്തുന്നത്. ആയിരം വില്ലേന്തി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് ആയിരവില്ലി എന്ന് വിളിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തജനങ്ങളെ സർവയാതനകളിൽ നിന്നും രക്ഷിക്കാനുള്ള കാവലാളായാണ് ഭഗവാന്റെ രൂപം നിലകൊള്ളുന്നത്.
ആയിരവല്ലി മല ഭഗവാന്റെ ഒരു വിശ്വാസഭൂമി മാത്രമല്ല, ഈ ഗ്രാമത്തിൻ്റെ ഓരോ ഞരമ്പുകളിലൂടെയും ഓടുന്ന ജീവചൈതന്യത്തിൻ്റെ പ്രവാഹ കേന്ദ്രം കൂടിയാണ്. മലയുടെ ചുറ്റിനുമായി സമീപ പ്രദേശങ്ങളുടെ ദൃശ്യഭൂപടങ്ങളിലൂടെ മനസ്സിന് ഒരു യാത്ര ചെയ്യാം. മലമുകളിലെ ദൈവത്തറയിലെ വിളക്കിനപ്പുറം പ്രശസ്തമായ ജടായുപ്പാറ കാണാം. ഈ വിളക്കുകളിൽ കൊളുത്തപ്പെടുന്ന ദീപം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് ചൈതന്യം പരത്തുന്ന ഓംകാര മന്ത്രങ്ങളാകുമ്പോൾ, ഓം എന്ന മന്ത്രത്തിൻ്റെ മോക്ഷനാദവുമായി താഴ്വാരത്തിൽ നിന്നും മലമുകളിലേക്ക് ഇടയ്ക്കിടെ ചുരുളൻ കാറ്റ് പറന്നു കയറുമ്പോൾ മനസ്സും ശരീരവും ധ്യാനാത്മകമായ ശാന്തി തീരങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആത്മതലങ്ങളിൽ ആയിരവല്ലി ഭഗവാൻ നിറയുമ്പോൾ പുണ്യദർശന സൗഭാഗ്യം കിട്ടിയ ഭക്തജനങ്ങൾ ദൈവചൈതന്യങ്ങളുടെ ആനന്ദാമൃത വർഷങ്ങളിലേക്ക് യാത്ര തുടങ്ങി.